താഴ്വര ഭാഗം 23. താരൻ തടിയലമാരയുടെ അടുത്തു നിന്നു. കൈകൊണ്ടെഴുതിയ കുറിപ്പുകൾ ശ്രദ്ധാപൂർവം ഒരു പരുത്തിത്തുണിയിൽ പൊതിഞ്ഞ് ഭദ്രമായി വച്ചു. താളുകളുടെ അരുകുകൾ ചുരുണ്ടിരുന്നു. ചിലതിൽ ചിഹ്നങ്ങളുണ്ടായിരുന്നു. മറ്റു ചിലതിൽ ഉണങ്ങിയ ഇലകളുടെയും വേരുകളുടെയും മണ്ണിന്റെയും നിറങ്ങളുണ്ടായിരുന്നു. ഓരോ കുറിപ്പുകളും അമൂല്യമായിരുന്നു. ഔഷധസസ്യങ്ങളുടെ ചിത്രങ്ങൾ, പൊടികളുടെ കൂട്ടുകൾ, മരത്തൊലിയിൽ നിന്നുള്ള സത്തുകൾ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ. അത് വെറും താളുകളായിരുന്നില്ല, അത് വർഷങ്ങളുടെ അധ്വാനമായിരുന്നു. 12 വർഷത്തെ മലകയറ്റവും വിയർപ്പും പരാജയങ്ങളും കണ്ടെത്തലുകളും. അവന്റെ പിന്നിൽ മേഖല അവന്റെ വസ്ത്രങ്ങൾ ഭംഗിയായി മടക്കി ഒരു തുണിസഞ്ചിക്കുള്ളിൽ വച്ചു. അവളുടെ മനസ്സിൽ അഭിമാനമുണ്ടായിരുന്നു. ഒപ്പം കുറച്ചു കാലത്തേക്കാണെങ്കിലും മകനെ ഒരു യാത്രയ്ക്ക് തയ്യാറാക്കുന്ന ഒരു അമ്മയുടെ നേർത്ത വിറയിലുണ്ടായിരുന്നു. അവൾ അവസാനത്തെ വസ്ത്രവും സഞ്ചിയിൽ വെച്ച് കെട്ടുമുറുക്കി. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷെ താരൻ ചെയ്യുന്ന ഓരോ കാര്യവും അവൾ ശ്രദ്ധിക്കുകയായിരുന്നു. പുറത്ത് കുമാരുവിന് മുകളിൽ സൂര്യൻ ഉദിച്ചുയർന്നിരുന്നു. താഴ്വരയെ മൃദുലമായ സ്വർണ്ണ നിറത്തിൽ കുളിപ്പിച്ചു. കാറ്റു മധുരകരമായി വീശി. ഈ ദിവസം ഒരു യാത്രയയപ്പ് മാത്രമല്ലായിരുന്നു, അത് താഴ്വരയ്ക്കൊരു പുതിയ തുടക്കമായിരുന്നു. കുമാരുവിന്റെ മകനായ താരൻ കൂടുതൽ പഠിക്കാനും മഹാനായ ഒരാളായി തിരിച്ചു വരാനും പോവുകയായിരുന്നു. ഒരു തുണിസഞ്ചിയുമായി മലമുകളിലേക്ക് ഓടിപ്പോകുന്ന നിശബ്ദനായ ഒരു കുട്ടിയായി അവനെ ഒരിക്കൽ കണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ അവനെ താഴ്വരയുടെ പ്രതീക്ഷയായിട്ടാണ് സംസാരിക്കുന്നത്. താരിന്റെ ജീവിതം ഒരിക്കലും ഒരു സാധാരണ വഴിയിലൂടെ ആയിരുന്നില്ല. നടക്കാൻ തുടങ്ങിയ കാലം മുതൽ അവൻ മേഖലയെ അവളുടെ ഔഷധത്തോട്ടത്തിലേക്ക് പിന്തുടർന്നു. മറ്റു കുട്ടികൾ പക്ഷികളെ പിന്തുടരുമ്പോൾ, ചെളിയിൽ രൂപങ്ങൾ വരയ്ക്കുമ്പോൾ, താരിൻ ഔഷധ സസ്യങ്ങൾക്ക് സമീപമിരുന്ന് അമ്മ എങ്ങനെ വേരുകൾ പറിച്ചെടുക്കുന്നു, എങ്ങനെ ഇലകൾ പൊടിക്കുന്നു, എങ്ങനെ പേരുകളും ഫലങ്ങളും മന്ത്രിക്കുന്നുവെന്ന് നിരീക്ഷിക്കുകയായിരുന്നു. 6-ാം വയസ്സിൽ അവൻ അവളെ സഹായിക്കാൻ തുടങ്ങി. ഇത് സാവധാനം പൊടിക്കുക, കൂടുതൽ വേണ്ട, എണ്ണ പുറത്തു വരട്ടെ. മേഖല പറയുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൻ പൊടിച്ചു. നിറങ്ങൾ മാറുന്നതും ഘടന മാറുന്നതും അവൻ നിരീക്ഷിച്ചു. കൈപ്പേറിയ, മൂർച്ചയുള്ള, മധുരമുള്ള, രൂക്ഷമുള്ള ആ ഗന്ധങ്ങളെല്ലാം അവന് പരിചിതമായി. അവനൊരു നിശബ്ദനായ കുട്ടിയായിരുന്നു. പക്ഷെ അവൻ എപ്പോഴും ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഈ വേര് പനിക്ക് സഹായിക്കുന്നത്? എന്തുകൊണ്ടാണ് ചുമയ്ക്ക് സഹായിക്കാത്തത്? സൂര്യപ്രകാശത്തിൽ ഉണക്കുന്നതിനേക്കാൾ തണലിൽ ഉണക്കുമ്പോൾ ഇത് നന്നായി പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇല അരുവിയുടെ അടുത്തുള്ള ചുവന്ന ഇലയുമായി കലർത്തിയാൽ എന്ത് സംഭവിക്കും? മേഖല അവന്റെ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അവന്റെ അഹങ്കാരമില്ലാത്ത ജിജ്ഞാസയും അറിവിനായുള്ള ദാഹവും അവളെ സന്തോഷിപ്പിച്ചു. ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അവന്റെ കണ്ണുകളിലെ തിളക്കം അവൾ ശ്രദ്ധിച്ചു. അവളുടെ അറിവുകളെല്ലാം ഒരു ഗുരുവിനെ പോലെ പറഞ്ഞുകൊടുത്തു. താരൻ 9 വയസ്സായപ്പോഴേക്കും അവൻ താഴ്ന്ന മലമ്പാതകളിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയിരുന്നു. അവന്റെ കയ്യിൽ ഒരു സഞ്ചിയും ഒരു കത്തിയും കുറിപ്പുകൾ എഴുതാനുള്ള ഒരു ചെറിയ പുസ്തകവും ഉണ്ടായിരുന്നു. ഗ്രാമവാസികൾ അതിനെ കുട്ടിക്കളിയായി കരുതി. പക്ഷെ അവൻ ഗൗരവത്തിലായിരുന്നു. അവൻ ഓരോ ദിവസവും പുതിയതായി എന്തെങ്കിലും കണ്ടെത്തി. വർഷങ്ങൾ കഴിയുന്തോറും അവൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറി. ഔഷധസസ്യങ്ങളുടെ വളർച്ചാരീതികൾ രേഖപ്പെടുത്തി. വേനൽക്കാലത്ത് ഏത് പൂക്കളാണ് വിരിയുന്നതെന്നും, ഏത് ചെടികളാണ് വാടാതെ നിൽക്കുന്നതെന്നും, ഏത് പായലുകളിലാണ് വെള്ളം സംരക്ഷിക്കുന്നതെന്നും നിരീക്ഷിച്ചു. ഇലകളുടെ നിറം മണ്ണിനനുസരിച്ച് എങ്ങനെ മാറുന്നുവെന്ന് അവൻ ശ്രദ്ധിച്ചു. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ താരിന്റെ പ്രവൃത്തിയെ ആളുകൾ ഗൗരവമായി കാണാൻ തുടങ്ങി. അവന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി. താഴ്വരയിലെ കുട്ടികൾക്കിടയിൽ ഒരു ത്വക്കുരോഗം പടർന്നപ്പോൾ താരിൻ മലയിൽ നിന്നും ഒലാമെറു ഇലകളുമായി വന്നു. അവനവ തണുത്ത ചാരവും എണ്ണയും ചേർത്തരച്ച് കുഴമ്പുണ്ടാക്കി കുട്ടികളുടെ ദേഹത്ത് പുരട്ടി. ദിവസങ്ങൾക്കകം തടിപ്പുകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. വരണ്ട കാലങ്ങളിൽ വയസ്സായവർ മാസങ്ങളോളം ചുമച്ചു. താരിൻ മെക്കിവിനി വിത്തുകളുടെ പൊടി താരിയാരയുടെ ഇളമിലകളുമായി കലർത്തി കൈപ്പേറിയ ആ മിശ്രിതം ചുമ കുറയ്ക്കുകയും ഉറങ്ങാൻ സഹായിക്കുകയും ചെയ്തു. അവൻ ഓരോ വിജയവും എഴുതിവെച്ചു. ഓരോ പരാജയവും അങ്ങനെ തന്നെ. അവൻ പരീക്ഷിക്കുന്നതും പഠിക്കുന്നതും ഒരിക്കലും നിർത്തിയില്ല. വീടിന് പിന്നിലുള്ള മേഖലയുടെ ഔഷധത്തോട്ടം അവൻ വലുതാക്കി. അവിടെ മലമുകളിൽ നിന്നും കൊണ്ടുവന്ന കാവുൾ, ജാരി, വാൽക്കുച്ചെടികൾ എന്നിവ വെച്ചുപിടിപ്പിച്ചു. താഴ്വരയുടെ മണ്ണിൽ അവൻ അതിന്റെ സ്വഭാവവും വളർച്ചയും പഠിച്ചു. 12 വർഷം. അതിനിടയിൽ താരൻ തന്റെ പ്രഭാതത്തിലെ പർവ്വത സന്ദർശനം ഒരിക്കലും മുടക്കിയില്ല. മഴയും കാറ്റും വെയിലും തണുപ്പും ഒന്നും അവനെ തടഞ്ഞില്ല. താഴ്വരയും കുമാരുമലകളും അവയുടെ നിശബ്ദ രഹസ്യങ്ങൾ അവന് പറഞ്ഞുകൊടുത്തു. എന്നാൽ അവൻ വളർന്നപ്പോൾ അവനൊരാഗ്രഹം തോന്നി. അവൻ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ചു. തന്നെക്കാൾ അറിവുള്ള
മഹത്തായ മനസ്സുകൾക്കായി പ്രവർത്തിക്കാനും താൻ കണ്ടെത്തിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും കുമാരുവിന്റെ അതിർത്തിക്കപ്പുറം എന്താണുള്ളതെന്നറിയുവാനും അവൻ ആഗ്രഹിച്ചു. മേഖലയ്ക്കത് മനസ്സിലായി. അവൻ കേദിരിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവളോട് പറഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ സമ്മതം നൽകി. അവൻ തന്റെ ഗുരുവിനെ തേടി കേദിരിയിലേക്ക് പോയി. കേദിരി അവൻ കണ്ടിട്ടുള്ള ഒന്നിനോടും സാമ്യമില്ലാത്തതായിരുന്നു. തിരക്കേറിയ തെരുവുകൾ, ഉയരം കൂടിയ ഇഷ്ടിക വീടുകൾ, കലബല കൂട്ടുന്ന ആളുകൾ. അവൻ പ്രശസ്തരായ പല വൈദ്യന്മാരുടെയും വീടുകളിൽ ചെന്നു. പലതവണ കാത്തുനിന്നിട്ടും ആരും താരിന്റെ കുറിപ്പുകൾ നോക്കാനോ അവനെ കൂടെ കൂട്ടാനോ തയ്യാറായില്ല. ഒടുവിലവൻ കേദിരിയിലെ ഏറ്റവും പ്രശസ്തനായ വൈദ്യന്റെ അടുത്തെത്തി. മുറ്റം ശിഷ്യന്മാരാൽ നിറഞ്ഞു നിന്നു. വായുവിൽ ധൂപവർഗങ്ങളുടെയും മരുന്നിന്റെയും ഗന്ധം തങ്ങി നിന്നു. ഒരു വശത്ത് ചികിത്സ തേടിയെത്തിയ ആളുകൾ. കമ്പോലയിൽ നിന്നും പ്രഗന്ധയിൽ നിന്നും ദൂരെ കെൽദുരി തീരത്തു നിന്ന് പോലും ആളുകൾ അവിടെ എത്തിയത് ഒറ്റ പേര് കേട്ടുകൊണ്ടാണ്: ജയൻവർ. ജയൻവർ ഒരു ഇതിഹാസമായിരുന്നു. ജയൻവറിനെ കുറിച്ച് പ്രചരിക്കുന്ന കഥകളിൽ ഏറ്റവും പ്രശസ്തമായത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരാളുടെ ചുമ കേട്ട് രോഗം നിർണയിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. 25-ാം വയസ്സിൽ മറ്റാരും ധൈര്യപ്പെടാത്ത കൂട്ടുകൾ അവൻ സൃഷ്ടിച്ചു. 40-ാം വയസ്സിൽ അവന് 100 കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വന്ന ആളുകൾ എല്ലാ രാവിലെയും അവന്റെ താമസ സ്ഥലത്തിന് പുറത്ത് വരിനിന്നു. അവൻ ശ്രദ്ധയുള്ളവനും മൂർച്ചയുള്ളവനും ശാന്തനും എപ്പോഴും പരീക്ഷണം നടത്തുന്നവനുമായിരുന്നു. അവന്റെ കണ്ണുകൾക്കൊന്നും പിഴച്ചില്ല. ജയൻവറിനെ കാണാൻ എളുപ്പമായിരുന്നില്ല. പക്ഷെ താരിൻ തയ്യാറെടുപ്പോടെയാണ് വന്നത്. ദിവസങ്ങളോളം അവൻ പഠനശാലയ്ക്ക് പുറത്ത് കാത്തുനിന്നു. ചിലപ്പോൾ അതിന്റെ പടിക്കെട്ടിന്റെ നിഴലിൽ വെറുതെ നിന്നു, അവന്റെ കുറിപ്പുകളുള്ള സഞ്ചിയുമായി. ഒടുവിൽ ജയൻവറിന്റെ നോട്ടം ഒരു നിമിഷത്തേക്ക് അവനിലേക്ക് തിരിഞ്ഞു. നിനക്കെന്താണ് വേണ്ടത്? ജയൻവർ ചോദിച്ചു. അവന് ലഭിച്ച ചുരുങ്ങിയ സമയത്തിനുള്ളിൽ താരിനധികം സംസാരിക്കാതെ അവന്റെ തുണിക്കെട്ട് തുറന്നു. ഉള്ളിൽ നിന്നും തന്റെ 12 വർഷത്തെ അധ്വാനത്തിന്റെ ഫലം പുറത്തെടുത്ത് ജയൻവറിനെ കാണിച്ചു. കാവുൾ വേരുകളുടെ ചിത്രങ്ങൾ, താഴ്വരയിൽ മാത്രം കാണുന്ന കൂട്ടുകളുടെ പട്ടികകൾ, വടക്കൻ ചെരുവുകളിൽ മാത്രം ചില പായലുകൾ എങ്ങനെ വളരുന്നു, തെക്കൻ ചെരുവുകളിൽ വളരാത്തതിന്റെ വിശദമായ രേഖാചിത്രം. അവൻ ത്വക്ക് രോഗങ്ങൾ ഭേദമാക്കുന്ന ഒരു കുഴമ്പും പനി കുറയ്ക്കുന്ന ഒരു എണ്ണയും കാണിച്ചു. ജയൻവർ ഇരുന്നു. അവൻ കുറിപ്പുകൾ എടുത്തു, വായിച്ചു, താളുകൾ മറിച്ചു, വീണ്ടും നോക്കി. ഇതാര് പഠിപ്പിച്ചു? പർവ്വതങ്ങൾ, താഴ്വര, താരിൻ പറഞ്ഞു. ജയൻവർ പുഞ്ചിരിച്ചില്ല. അവന്റെ മുഖത്തും മനസ്സിലും എന്താണെന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. അല്പനേരത്തെ മൗനത്തിന് ശേഷം ജയൻവർ എഴുന്നേറ്റു. താരിന്റെ അടുത്തേക്ക് വന്നു. ഇവിടെ നിൽക്കുക, ഇവിടെ ജോലി ചെയ്യുക. ഒരു ശിഷ്യനായിട്ടല്ല, എന്റെ കൂട്ടാളിയായി, എന്റെ കൂടെ. നിനക്ക് മറ്റാർക്കുമില്ലാത്ത അറിവുണ്ട്. എനിക്ക് നിന്നിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്കൊരുമിച്ച് പഠിക്കാം, നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം, ഇതെല്ലാം ഒരുമിച്ച് പരീക്ഷിക്കാം. ഒരു നിമിഷം താരിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവൻ ജയൻവാറിനെ വണങ്ങി. ജയൻവാർ അവനെ ചേർത്ത് പിടിച്ചു. താരിന് സന്തോഷമായി. അവൻ തിരിച്ചു വരാമെന്ന് വാക്ക് നൽകി തന്റെ കുറിപ്പുകളുമായി കുമാരുവിലേക്ക് തിരിച്ചുപോയി. മേഖല വാതിൽക്കൽ നിന്നു. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. കൈകൾ വസ്ത്രത്തിന്റെ അരികിൽ മുറുകെ പിടിച്ചിരുന്നു. കേദിരിയിലെ ഏറ്റവും ആദരണീയനായ വൈദ്യൻ ജയൻവർ താരിന്റെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. അതിലുപരി താരിന്റെ കുറിപ്പുകളെയും അവന്റെ പരീക്ഷണങ്ങളെയും താഴ്വരയിലെ അവന്റെ കണ്ടെത്തലുകളെയും അദ്ദേഹം അഭിനന്ദിച്ചിരിക്കുന്നു. എന്റെ കുറിപ്പുകൾക്ക് മൂല്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. താരിൻ അവളോട് പറഞ്ഞു. അവന്റെ കണ്ണുകൾ തിളങ്ങി. അവന്റെ ശബ്ദത്തിലെ ആവേശം കഷ്ടിച്ചടക്കി പിടിച്ചിരുന്നു. നമുക്കൊരുമിച്ച് പുതിയതായി എന്തെങ്കിലും നിർമ്മിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. മേഖല അവന്റെ കവിളിൽ കൈപ്പത്തി അമർത്തി. അവനെ ആദ്യമായി കാണുന്നത് പോലെ നോക്കി. വാർത്ത നിശബ്ദമായില്ല. അന്ന് വൈകുന്നേരത്തോടെ താരിൻ കേദിരിയിലേക്ക് പോകുകയാണെന്ന് താഴ്വരയിലെ എല്ലാവരും അറിഞ്ഞു. അവരിലൊരാൾ, ഒരു യുവ വൈദ്യൻ, നാട്ടിലെ ഏറ്റവും വലിയ വൈദ്യനാൽ സ്വീകരിക്കപ്പെട്ടു. ഒരിക്കൽ വൈദ്യശാസ്ത്രത്തെ മേഖലയുടെ ഒറ്റപ്പെട്ട കലയായി മാത്രം കണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ താരിനെ പുതിയൊരു ബഹുമാനത്തോടെ നോക്കി. അമ്മമാർ അവരുടെ കുട്ടികളെ അവനടുത്തു കൊണ്ടുവന്ന് മരുന്നുകൾ ചോദിച്ചു. മുതിർന്നവർ അവന്റെ പേര് ആദരവോടെ സംസാരിച്ചു. യുവാക്കൾ അവനെ അത്ഭുതത്തോടെ നോക്കി. അവൻ ഇതിനകം ഒരു ഇതിഹാസം പോലെയായിരുന്നു. വിളവെടുപ്പ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. താഴ്വര ഇതിനകം ആഘോഷത്തിമിറപ്പിലായിരുന്നു. വായുവിൽ വറുത്ത ധാന്യങ്ങളുടെയും പുഴുങ്ങിയ കിഴങ്ങുകളുടെയും ഉണക്കിയ മാംസങ്ങളുടെയും ഗന്ധം നിറഞ്ഞു നിന്നു. മരങ്ങളിലും മേൽക്കൂരകളിലും വിളക്കുകൾ തൂങ്ങി നിന്നു. അവ നേർത്ത കാറ്റിൽ ആടുന്നുണ്ടായിരുന്നു. വിളവെടുപ്പിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ 2 വിവാഹങ്ങൾ നടന്നിരുന്നു. ദിവസങ്ങളോളം ആളുകൾ പാടുകയും നൃത്തം ചെയ്യുകയും വിരുന്നുണ്ണുകയും ചെയ്തിരുന്നു. താഴ്വര മുഴുവൻ സംഗീതത്തിന്റെയും ചിരിയുടെയും സന്തോഷത്തിന്റെയും ഒരു പ്രവാഹമായി മാറിയിരുന്നു. അതിനിടയിൽ
ഗ്രാമവാസികൾ താരിന്റെ യാത്രയയപ്പ് മറ്റൊരാഘോഷമാക്കാൻ തീരുമാനിച്ചു. അവർ വലിയ പാത്രങ്ങളിൽ പയറുവർഗ്ഗങ്ങൾ ചേർത്തുണ്ടാക്കിയ പലഹാരവും വറുത്ത കിഴങ്ങുകളും കട്ടിയുള്ള ഉപ്പേരിയും തയ്യാറാക്കി. മറ്റു ചിലർ അച്ചാറിട്ട മാങ്ങയും വറുത്ത മാംസങ്ങളും ഈന്തപ്പന ഇലകളിൽ പൊതിഞ്ഞ മധുരപലഹാരങ്ങളും കൊണ്ടുവന്നു. എല്ലാവരും എന്തെങ്കിലും സംഭാവന ചെയ്തു. കുട്ടികൾ കൈത്തണ്ടയിൽ വർണ്ണാഭമായ ചരടുകൾ കെട്ടി ഓടിക്കളിച്ചു. കുഞ്ഞു ലാമിയും അവിടെ ഉണ്ടായിരുന്നു. അവൾ അമ്മയോടൊപ്പം നിന്നു. അവൾ മറ്റു കുട്ടികളിൽ നിന്ന് ചെറുതായി അകന്നു നിന്നു. കളിക്കുന്നതിനേക്കാൾ കൂടുതൽ നിരീക്ഷിക്കുകയായിരുന്നു. അവൾ താരിനെ ദൂരെ നിന്ന് നോക്കി. അവളുടെ കണ്ണുകൾ അവന്റെ കൈകളിലും അവൻ ചലിക്കുന്ന രീതിയിലും അവന്റെ നോട്ടത്തിലെ ഗൗരവത്തിലുമായിരുന്നു. അന്നും അവൾക്കറിയാമായിരുന്നു പ്രധാനപ്പെട്ട എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടെന്ന്. വിയോരൻ അതിരാവിലെ തന്നെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. പിന്നീടവൻ സ്വർണ്ണപ്പൊട്ട തുണിയിൽ പൊതിഞ്ഞ ഒരു കെട്ടുമായി വന്നു. അതിനുള്ളിൽ സുഗന്ധവ്യഞ്ജനങ്ങളും ഉണങ്ങിയ ഔഷധ സസ്യങ്ങളും പൂവിതളുകളും ഉണ്ടായിരുന്നു. അവൻ വയലിന്റെ കിഴക്കേയരികിൽ കാലുകൾ കെട്ടിയിരുന്നു. ആചാരങ്ങൾ ആരംഭിച്ചു. താളാത്മകമായി മന്ത്രങ്ങൾ ചൊല്ലി. ചന്ദനത്തിന്റെയും ഉണങ്ങിയ സുഗന്ധദ്രവ്യത്തിന്റെയും കത്തുന്ന മിശ്രിതത്തിൽ നിന്ന് പുകയുയർന്നു. അവൻ താരിന്റെ യാത്രയ്ക്ക് അനുഗ്രഹം തേടി. തീയിലേക്ക് പൂവിതളുകൾ എറിഞ്ഞു. പിന്നെ താരിനുടൻ പോകേണ്ട വയലിലേക്ക് നടന്നു. അവനൊരു ചെറിയ കുഴി കുഴിച്ച് ബാക്കിയുള്ള ചാരവും പൂവിതളുകളും കുഴിച്ചിട്ടു. അവന്റെ വഴി വ്യക്തമായിരിക്കട്ടെ, അവൻ പറഞ്ഞു. കൈകൾ ഒരുമിച്ച് തട്ടിക്കൊണ്ട് അവന്റെ തിരിച്ചുവരവ് ഉറപ്പായിരിക്കട്ടെ. മൂപ്പന്മാരായ തനാവിറും ക്രവിന്ദനും ആദ്യം തന്നെ വന്നിരുന്നു. ഇരുവരും വൃത്തിയുള്ള വെള്ളവസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. പ്രഭാത ഭക്ഷണം വിളമ്പി പങ്കുവെച്ച ശേഷം ജനക്കൂട്ടം ശാന്തമായി. സമയമായിരിക്കുന്നു. സാധാരണ പരുത്തി വസ്ത്രം ധരിച്ച് താരിൻ മുന്നോട്ട് വന്നു. മേഖല അവന് 2 തുണിസഞ്ചികൾ കൈമാറി. ഒന്നിൽ അവളുടെ കൈകളാൽ ശ്രദ്ധാപൂർവം മടക്കി അവന്റെ വസ്ത്രങ്ങളും മറ്റേതിൽ അവന്റെ വിലപ്പെട്ട കുറിപ്പുകളും. അവൻ അമ്മയെ നോക്കി. അവൾ പുഞ്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവളുടെ ചുണ്ടുകൾ വിറച്ചു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. ഞാൻ കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തിരികെ കൊണ്ടുവരും, അവൻ മന്ത്രിച്ചു. അവൾ അവന്റെ നെറ്റിയിൽ ചുംബിച്ചു. ഈ താഴ്വരയെ നിന്നോടൊപ്പം കൊണ്ടുപോവുക, അവൾ പറഞ്ഞു. നിന്റെ കൈകളിലും നിന്റെ ഹൃദയത്തിലും. വേലാതർ മുന്നോട്ട് വന്നു. അവൻ താരിന്റെ തലയിൽ കൈവച്ചു. അവന്റെ ശബ്ദം താഴ്ന്നതായിരുന്നു. നിന്റെ ചുവടുകൾ ഈ മണ്ണിന്റെ അറിവ് വഹിക്കട്ടെ. നിന്റെ മനസ്സ് ജിജ്ഞാസയോടെയും നിന്റെ ഹൃദയം ദയുള്ളതുമായും നിലനിൽക്കട്ടെ. തനാവിർ അടുത്തു വന്നു. അവന്റെ കണ്ണുകൾ താരിനെ തല മുതൽ കാൽ വരെ നോക്കി. അവൻ അംഗീകാരത്തോട് തലയാട്ടി. പോവുക, അവൻ ശക്തമായ ശബ്ദത്തിൽ പറഞ്ഞു. നിന്നിലൂടെ കുമാരുവിന്റെ പേര് ലോകം മുഴുവൻ അറിയട്ടെ. അനുഗ്രഹത്തിന്റെ ആംഗ്യത്തിൽ കൈയുയർത്തി ക്രവിന്ദൻ കൂട്ടിച്ചേർത്തു. ദുരിതമനുഭവിക്കുന്നവരെ സുഖപ്പെടുത്തുന്ന മാന്ത്രികനായി നീ മാറുക. നമ്മുടെ കുന്നുകൾക്കപ്പുറമുള്ള പട്ടണങ്ങളിൽ നിന്റെ പേര് പ്രതിധ്വനിക്കട്ടെ. പിന്നെ വിയോരൻ വന്നു. അവനൊരു ചെറിയ പാത്രത്തിൽ നിന്ന് ചാരമെടുത്ത് താരിന്റെ നെറ്റിയിൽ മൃദുവായി പുരട്ടി. സംരക്ഷണം, അവൻ മന്ത്രിച്ചു. വ്യക്തതയും. പിന്നെ അവൻ അവനെ പൂവിതളുകൾ കൊണ്ട് മൂടി. ഇപ്പോഴും മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു. താരിൻ മുന്നോട്ട് നടന്നു. ചുറ്റുമുള്ള ആളുകൾ അവനെ പിന്തുടർന്നു. അവർ കൈകൾ ഉയർത്തി കൈയടിച്ചു. ഉച്ചത്തിലുള്ള ആഹ്ലാദാരവങ്ങൾ മുഴക്കി. താഴ്വരയുടെ അതിർത്തിയിലേക്ക് പോകുന്ന പാതയുടെ ഇരുവശത്തും ജനക്കൂട്ടം 2 വരികളായി നിന്നു. താരിൻ നടക്കുമ്പോൾ ഇരുവശങ്ങളിൽ നിന്നും പൂവിതളുകൾ അവന്റെ മേൽ വർഷിച്ചു. കുട്ടികൾ അവന്റെ പേര് വിളിച്ചു. മൂപ്പന്മാർ തലയാട്ടി കണ്ണുനീർ അടക്കി പിടിച്ചു. അവൻ സാവധാനം നടന്നു. അവന്റെ സഞ്ചികൾ മുറുകെ പിടിച്ചു. അവന്റെ നെഞ്ചിൽ 1000 ചിന്തകൾ ചുഴറ്റിക്കറങ്ങി. വർഷങ്ങളോളം അവൻ കയറിയ മലയെക്കുറിച്ചും അവനെ വളർത്തിയ താഴ്വരയെക്കുറിച്ചും ചക്രവാളത്തിനപ്പുറം ഇപ്പോൾ നീളുന്ന അവന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും. അവന്റെ പിന്നിൽ ആളുകൾ അവന്റെ രൂപം കുന്നിന്റെ വളവിൽ ലയിക്കാൻ തുടങ്ങുന്നതുവരെ നോക്കി നിന്നു. ലാമി നിശബ്ദമായി നിന്നു. അവളുടെ അമ്മയുടെ കയ്യിൽ പിടിച്ചിരുന്നു. താരിൻ അപ്രത്യക്ഷമാകുന്നതുവരെ അവൾ അവന്റെ മേൽ കണ്ണുകൾ ഉറപ്പിച്ചു. അവളുടെ നെഞ്ചിന് എന്തുകൊണ്ടാണ് ഇത്ര ഭാരം തോന്നിയതെന്ന് അവൾക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ ദിവസം അവൾ എന്നേക്കുമായി ഓർമ്മിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. താരിനൊരിക്കലും താഴ്വരയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അവനതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇത് ജീവിതത്തെക്കാൾ വലിയ ഒന്നിന്റെ തുടക്കമായിരുന്നു. ഒരു വാഗ്ദാനത്തിന്റെ ജനനമായിരുന്നു. വരും തലമുറകളിലേക്ക് താഴ്വരയിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു യാത്ര.